ഇരുട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആരോ പിന്നിൽ നടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അത് യാഥാർത്ഥ്യമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം മാത്രം ആണോ? ഭയം മനുഷ്യനെ രക്ഷിക്കുന്ന ഒരു ശക്തിയാണോ? അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കുന്ന ഒരു ദൗർബല്യമാണോ? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഭയത്തിന്റെ ശാസ്ത്രവും അതിന്റെ നിഗൂഢതയും ആണ്. ഭയത്തിന്റെ സയൻസ്. ബ്രെയിൻ എന്ത് ചെയ്യുന്നു? അമിഗ്ഡല, അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ എന്നീ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പറയുന്നത്. അമിഗ്ഡല എന്നാൽ ഭയം തുടങ്ങുന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇത്. നമ്മുടെ ഭയം അല്ലെങ്കിൽ വികാരങ്ങളുടെ അലാറം സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഡേഞ്ചർ ഡിറ്റക്ട് ചെയ്യുന്നു. അടുത്തതായി അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഭയപ്പെടുമ്പോൾ ശരീരത്ത് ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹാർട്ട് ബീറ്റ് കൂടുന്നു, ബ്രീത്തിങ് കൂടുന്നു, മസിൽസ് ടൈറ്റ് ആകുന്നു എന്നിങ്ങനെയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ശാസ്ത്രം ഈ ഭയത്തെ 3 തരംതിരിക്കുന്നു: ഫിയർ ഓഫ് ഡാർക്ക്, ഫിയർ ഓഫ് ഡെത്ത്, സോഷ്യൽ ഫിയർ എന്നിങ്ങനെ. എന്നാൽ ചിലർക്ക് ഭയം ഒരു രോഗമായി മാറുന്നു. പാരാസൈക്കോളജി ഭയത്തിന്റെ നിഗൂഢതകൾ വിശദീകരിക്കുന്നത് ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ചില സംഭവങ്ങൾ, അതായത് ഗോസ്റ്റ് എക്സ്പീരിയൻസ്, സ്ലീപ്പ് പാരാലിസിസ്, ദജാവു എന്നിങ്ങനെയുള്ള കാര്യത്തിലൂടെ ആകുന്നു. പരിണാമത്തിലും ഈ ഭയത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. എന്തെന്നാൽ ഭയമില്ലാതെ മനുഷ്യൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. അതിജീവിക്കുവാനും ആപത്തുകളെ മനസ്സിലാക്കുവാനും ഈ ഭയം മനുഷ്യനെ പഠിപ്പിച്ചു. ഈ ഭയം നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ഭയം ഒരു ശത്രുവല്ല, അതൊരു സന്ദേശമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാകും. എന്നിരുന്നാലും നിങ്ങളുടെ ഭയം യാഥാർത്ഥ്യമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ചതിക്കുവാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.